ദാരിദ്ര്യം അതിൻ്റെ തീക്ഷ്ണതയിൽ തന്നെ പുതൂർ കൃതികളിൽ കാണാം. ജീവിതത്തിൻ്റെ നേർപകർപ്പ് പോലെ. വിശപ്പ് വിഷച്ചുരുളുകളായി ബാല്യകൗമാര യൗവനങ്ങളെ വലയം ചെയ്തപ്പോൾ ജഠരാഗ്നിയിൽ നിന്നും ഉയർന്നത് ആത്മരോഷമായിരുന്നു. അത് കർമ്മരംഗത്തും പ്രതിഫലിച്ചു. 17 നോവൽ, അതിൽ ആദ്യത്തെ നോവൽ ബലിക്കല്ല്. അത് തമിഴ്, ഇംഗ്ലീഷ്, കർണാടകം, ഇന്ത്യയിലെ പല ഭാഷകളിലും വന്നു. വളരെ ഒച്ചപ്പാടുണ്ടാക്കിയതാണത്. ഗുരുവായൂർ ദേവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടി ക്ലർക്കായി ചേർന്നാൽ ഞാൻ അവിടെ വലിയ കൊടുങ്കറ്റ് കിട്ടിച്ചു ഈ നോവൽ വന്നതോടുകൂടി. വളരെ പരിതാപകരമായിരുന്നു ഗുരുവായൂർ ദേവസ്ഥ ജീവനക്കാരുടെ സ്ഥിതി. അവരെയൊക്കെ സംഘടിപ്പിച്ച് വളരെ കാലത്തെ ഒരു 10-20 കൊല്ലത്തെ നിരന്തരമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അവിടെ KSR നടപ്പിലാക്കി. കുറച്ച് രാഷ്ട്രീയമുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ കൂടെ ഞാൻ വന്നത്. അത് വളരെയധികം സഹായകരായി. അങ്ങനെ 1968 ശേഷം ഗുരുവായൂർ ദേവസ്വം ജീവനക്കാർക്ക് അവരുടേതായ ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ സാധിക്കും. ആത്മസംഘർഷങ്ങളുടെ തീച്ചൂളയിൽ വെന്തുരുകുമ്പോഴും കാരുണ്യത്തിൻ്റെ പച്ചപ്പ് ഉണങ്ങാതെ സൂക്ഷിച്ച എഴുത്തുകാരൻ. ബലിക്കല്ല്, ആട്ടുകെട്ടില്ലേ, നാഴികമണി, മൃത്യുയാത്ര, ആനപ്പക, മനസ്സേ ശതബാഹു, ഇതിലൊക്കെ ആത്മാ. 17 നോവലിൽ ഒരു 10 ഉണ്ട് ആത്മാ. പല വിധത്തിലാണ് അത് വരുന്നത്. നമ്മളുടെ നന്മയും തിന്മയൊക്കെ ഈ കഥാപാത്രങ്ങളിലൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ആനപ്പക, അതിൽ മുന്നിലായിരുന്നു പറഞ്ഞാൽ ഞാൻ തന്നെ. ആ ആനക്കാരനാണെങ്കിലും അയാളുടെ ആ ക്രോധം, ക്ഷോഭം, സാധ്യത, അലിവ്, ആർദ്രത, ഇതെല്ലാം അയാളുടെ ഒരു പ്രത്യേക ഭാവമാണ് ആനക്കാരൻ. ഒരു ആനക്കാരൻ, ആ ആനക്കാരൻ ആരാന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ആ ആനക്കാരൻ ഞാൻ തന്നെ. കുറേ എൻ്റെ അംശം അതിലുണ്ട്. ആനപ്പകയിലെ അമ്മുണ്ണി നായരിൽ ആത്മാംശം നിറച്ച് തെരുവിലിറക്കി വിട്ടപ്പോൾ ഗുരുവായൂരിനോടൊപ്പം ഞെട്ടിയത് മലയാളം മുഴുവനുമായിരുന്നു. സാഹിത്യത്തിൽ മാത്രമല്ല, ഒരു ജനവിഭാഗത്തിൻ്റെ സാമൂഹിക സമരത്തിനു കൂടി നാന്ദി കുറിക്കുവാൻ ആനപ്പകയ്ക്കായി. ആനപ്പാപ്പന്മാരെ സംഘടിപ്പിച്ച് അവർക്ക് വേണ്ടത്ര ആനുകൂല്യങ്ങളൊന്നും നൽകിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആനക്കാരനെ ആന കുത്തി, ആനക്കാരൻ മരിച്ചു. അയാളുടെ വീട്ടിൽ അവിടെ ചെന്നപ്പോൾ അയാൾക്ക് 7 കുട്ടികളാണ്. അതിൽ ഏറ്റവും താഴെയുള്ള കുട്ടിക്ക് 6 മാസം പ്രായം, ഏറ്റവും മൂത്തവന് 13 വയസ്സ്. അത് ദയനീയമായിട്ടുള്ള അവർ കാശ് കൊടുക്കണം, അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കില്ലെന്നുള്ളൂ. ആ ദേവസ്ഥയിൽ പ്രതികരിച്ച് അന്നത്തെ ഭരണാധിപന്മാർ ലേബർ കോർട്ടിൽ കേസ് വാദിച്ചു. ലേബർ നിയമത്തെ കൂടെ അവരത് കൊണ്ടുവന്നു. ആനക്കാരെ പണിമുടക്കിച്ചു. ആനയ്ക്ക് തീറ്റ കൊടുക്കും, വെള്ളം കൊടുക്കും. ആ ആനക്കാരുടെ ജീവിതം എനിക്ക് അസലായിട്ട് അറിയാം. ഏതൊരു ആനക്കാരനേക്കാൾ കൂടുതൽ എനിക്കറിയാം. ആനക്കാരല്ല, ആ വേഷം തന്നെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ആന എന്താണെന്നും ആനക്കാരെന്താണെന്നും അവരുടെ ജീവിതം എന്താണെന്നും പഠിച്ചെഴുതിക്കൊണ്ടാണ് അതിനെ ഇത്രയും പ്രചാര വില കിട്ടി. ആ വലിയ നോവലത്. പക്ഷേ ആ നോവൽ ഇന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൽ ജീവിതമുണ്ട്. ആനയുടെ മാത്രമല്ല, ആനക്കാരുടെ. കാലിൽ മുറിച്ചങ്ങലയുമായി ആത്മരോഷത്തിൻ്റെ മതഗന്ധവും പേറി മസ്തകമുയർത്തി ആനപ്പന്തിയിലൂടെ ഒറ്റയാൻ നടന്നപ്പോൾ ആടി ഉലഞ്ഞത് ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അടിവേരുകളായിരുന്നു. തകർന്നത് നിരവധി ബന്ധങ്ങളും.